ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട കേട്ടോ. ഇത് കഴിക്കാനായിട്ട് ഒരു സലാഡോ എന്തെങ്കിലും കോഴിമുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തു വിടാനും വളരെ എളുപ്പമാണ്. കറികളൊന്നും ഉണ്ടാക്കാനും നിൽക്കണ്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ടോ. അപ്പോൾ അതിനായിട്ടൊരു വലിയൊരു പാത്രം തന്നെ എടുത്തിക്കണം. അപ്പോൾ ഞാനൊരു 3/4 കിലോ അരിയാണ് എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ അരി എന്ന് പറഞ്ഞാൽ സിൽക്കി അരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, അല്ല ബിരിയാണി അരി ഒന്നുമല്ല. ഞാനിവിടെ കുറച്ച് വലിയ പാത്രം ഇട്ടിട്ട് ഒരു 3/4 കിലോളം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് 1/2 ടീസ്പൂൺ കടുകും, അതുപോലെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ വലിയ ജീരകവും അതെല്ലാം പൊട്ടിച്ച് 2-3 വറ്റൽമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പം അധികം വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചോറ് എത്ര എണ്ണം എടുക്കണം അതിനനുസരിച്ച് വെക്കട്ടെ. അപ്പോൾ ചോറ് നമുക്ക് സാധാ പോലെ തന്നെ വേവ് പാകത്തിനാക്കിയിട്ടുണ്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിൽ ഞാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സിൽക്കരി തന്നെ വേവില്ലാത്ത നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഏത് ചോറ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കറികളൊന്നുമില്ല, കുട്ടികൾക്ക് വേറെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കട്ടെ. ഇതുപോലൊരു ചോറാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെയ്യും, കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ അതിലേക്ക് കുറച്ചൊരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് അതും കൂടി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട്, ഒരു കുറഞ്ഞ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടികളെ പച്ച സ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഈ പാത്രമായിട്ട് ഓർമ്മയില്ലാതെ എടുത്തത്. അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കലില്ലേ. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാനിതുപോലുള്ളതൊക്കെ ചെയ്യലിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇത് വെച്ചില്ലേന്ന് വിചാരിച്ച് ഇതിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഏകദേശം എണ്ണ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലും കൂടുതൽ എണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ലാസ്റ്റ് ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി കട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അതുപോലെ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കണമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കണം. അപ്പോൾ അത് മറ്റേതാകുമ്പോൾ കല്ല് കഷ്ണം പോലെ ഇങ്ങനെയൊക്കെ എടുക്കും, കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇതായി കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാലയിലൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടിയിട്ട് കൊടുക്കുക, ചെറിയ തീയിലിട്ടുകൊണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തക്കാളി ഉടഞ്ഞ് കിട്ടും. അതിൻ്റെ ശേഷം വേണം ചോറിട്ട് കൊടുക്കാൻ. ഞാനിവിടെ കറിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. നമുക്ക് കുറച്ച് ചോറ് 2 പ്ലേറ്റ് ചോറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമുക്കിന്ന് മീനൊന്നും ഉണ്ടായിരുന്നില്ല, കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഈ ചോറ് ഉണ്ടാക്കിയതാണ്. ഇതാകുമ്പോൾ ഒരു കോഴിമുട്ടയുടെ പൊരിച്ചിങ്ങാണ്ട് ചോറാക്കിയാൽ പിന്നെ നല്ലൊരു രുചിയാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറുണ്ടല്ലോ പാകത്തെ വേവാണ് കേട്ടോ. അപ്പോൾ ഈ സിൽക്കിരിയാണെങ്കിൽ ഏത് അരിയാണെങ്കിലും വേവ് കയറിയിട്ടുണ്ടെങ്കിൽ ചോറിന് ആ ഒരു ഇത് തക്കാളി ചോറിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്ത് ചോറാണെന്നുണ്ടെങ്കിലും വേവ് കയറരുത്. പിന്നെ ചോറിന് വെക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഓയിലോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ ചോറ് നന്നായി കിട്ടും. അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലൊന്നും കണ്ട് മൂടിയിട്ട് കൊടുക്കും ചെയ്യുക. അപ്പോൾ ഒന്ന് ആവിയൊക്കെ വന്നിട്ട് കയറുമ്പോഴാണ് ചോറൊക്കെ ഒന്നും കൂടി സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ചോറിൽ ഞാനൊരു കുറച്ച് ഉപ്പിട്ട് കൊടുത്ത കാരണം നല്ല രുചിയുണ്ട് കേട്ടോ. പാകത്തൊരു തേക്കണം. ഇനി ഒരല്പം കൂടി ഒരു ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടി നോക്കിയിട്ട് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ തക്കാളി ചോറ് സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വിതറി കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മൂടിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. 1 മിനിറ്റ് നേരം ഒന്നും കണ്ട് മൂടിയിട്ട് കൊടുത്തപ്പോൾ ആവി കണ്ടില്ല പോണ്, അങ്ങനെ ആവി ഇങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ആ ചോറൊന്നും കൂടി ഇങ്ങോട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മല്ലിയിലൊക്കെ അങ്ങനെ വാടിയിട്ടുണ്ട്.
ഒന്നും കൂടി കഴിക്കണ സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ല ആവിയൊക്കെ പോകുന്നുണ്ട്. നന്നായിട്ടൊന്നും കണ്ട് ഇതുപോലെ മൂടി വെച്ച് കണ്ട് 1 മിനിറ്റോളം ഒന്നും കൂടി കണ്ട് തീ ചെറുതാക്കി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് എല്ലായിടത്തും കൊണ്ട് ആവിയിട്ട് കയറുള്ളൂ. അപ്പം ഇനി എന്തിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാബേജും ക്യാരറ്റും കക്കരിക്കും ക്യാപ്സിക്കും എല്ലാം കൂടി കൂടിയിട്ട് കുറച്ച് സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ചോറ് ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. ഇതിലേക്ക് ഒരു അച്ചാറ് മതി കേട്ടോ, നമുക്ക് തൊട്ട് കൂട്ടാൻ. എന്നാലും ഈ ചോറ് കഴിക്കാം. അപ്പം ഇനി ചോറൊക്കെ വിളമ്പെടുക്കണത്. അപ്പോൾ അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ചോറ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.